empowering women in Christ. ഹല്ലേലൂയ. ഷെക്കേന ന്യൂസിൻ്റെ എല്ലാ പ്രിയ പ്രേക്ഷകർക്കും നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കൃപയും സമാധാനവും ആശംസിക്കുകയാണ്. ജ്ഞാനമുള്ള ഒരു സ്ത്രീ തൻ്റെ ഭവനം പണിതുയർത്തുന്നു. ഭോഷയായവൾ സ്വന്തം കൈകൊണ്ട് അത് ഇടിച്ചു നിരത്തുന്നു. സുഭാഷിതങ്ങൾ 14-ാം അധ്യായം 1-ാം വാക്യം. നമ്മുടെ ഈ ശുശ്രൂഷയ്ക്ക് പ്രിഷില്ല എന്ന ഈ പ്രോഗ്രാമിന് കർത്താവ് നൽകിയിരിക്കുന്ന കീ വേർഡ്സ് ആണ് ഇത് എന്ന് ആദ്യ ദിവസം നമ്മൾ കണ്ടതാണ്. അതനുസരിച്ച് തിരുവചനത്തിലുള്ള വ്യത്യസ്തങ്ങളായ ആഹ്വാനങ്ങൾ നമ്മൾ സ്ത്രീകൾ നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കേണ്ടതിൻ്റെ ആവശ്യകതയും അതിനുവേണ്ട പ്രാർത്ഥനയും ഒക്കെയായിട്ട് നമ്മൾ ഈ ശുശ്രൂഷയിലൂടെ ഒരുമിച്ച് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇന്നത്തെ ഈ ഒരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ ആഴ്ചയിൽ കർത്താവ് പ്രതീക്ഷിക്കുന്ന കഴിവുള്ള, ശക്തിയുള്ള, അന്തസ്സുള്ള ഒരു സ്ത്രീയെക്കുറിച്ച് നമ്മൾ പഠിക്കുകയായിരുന്നു. മനുഷ്യർ കാണുന്നതല്ല കർത്താവ് കാണുന്നതെന്നും കർത്താവിൻ്റെ ഹൃദയത്തിനിണങ്ങിയ ഒരു സ്ത്രീ എങ്ങനെയുള്ളവളാണെന്നും കഴിഞ്ഞ ആഴ്ചയിൽ നമ്മൾ കാണുകയുണ്ടായി. ഇന്നത്തെ നമ്മുടെ ഈ ശുശ്രൂഷകളെല്ലാം നമുക്ക് കർത്താവിന് സമർപ്പിക്കാനായിട്ട് ഒരുങ്ങാം. 73-ാം സങ്കീർത്തനം 25-ാം വാക്യത്തിൽ സങ്കീർത്തകൻ ഒരു കാര്യം പറയുന്നുണ്ട്. സ്വർഗത്തിൽ അങ്ങല്ലാതെ ആരാണ് എനിക്കുള്ളത്? ഭൂമിയിലും അങ്ങയെ അല്ലാതെ ഞാൻ ആരെയും ആഗ്രഹിക്കുന്നില്ല. സ്വർഗത്തിലും ഭൂമിയിലും കർത്താവിനെ മാത്രം ആഗ്രഹിച്ചു കൊണ്ടുള്ള ഒരു ജീവിതം, അതാണ് സങ്കീർത്തകൻ നമുക്ക് പറഞ്ഞു തരുന്നത്. ഭൂമിയിലും അങ്ങയെ അല്ലാതെ മറ്റാരെയും ഞാൻ ആഗ്രഹിക്കുന്നില്ല. നമുക്കും സങ്കീർത്തകനോട് ചേർന്ന് ഈ വചനം വളരെ ആത്മാർത്ഥതയോടെ നമ്മുടെ കർത്താവിനോട് ഒന്ന് ഏറ്റു പറയാം. സ്വർഗത്തിൽ അങ്ങല്ലാതെ ആരാണ് എനിക്കുള്ളത്? ഭൂമിയിലും അങ്ങയെ അല്ലാതെ ഞാൻ ആരെയും ആഗ്രഹിക്കുന്നില്ല. ഈ ഒരു വചനത്തിന്റെ അഭിഷേകം ഏറ്റെടുത്തുകൊണ്ട് ഇന്നത്തെ ശുശ്രൂഷകൾക്കായിട്ട് നമുക്കൊന്ന് ഒരുങ്ങാം. പരിശുദ്ധാത്മാവിനെ വിളിച്ച് നമുക്ക് എവിടെയായിരുന്നാലും നമുക്കൊന്ന് പ്രാർത്ഥിച്ച് കർത്താവിൻ്റെ ആ ഒരു ഹിതം നമുക്ക് തിരിച്ചറിഞ്ഞ് വിവേകത്തോടെ അതിൽ ജീവിക്കുവാനുള്ള കൃപയ്ക്കായി നമുക്ക് പ്രാർത്ഥിക്കാം. ആയിരിക്കുന്നിടത്ത് മനസ്സ് തുറന്ന് ഏക മനസ്സോടെ നമുക്ക് കർത്താവിനെ ഒന്ന് സ്തുതിച്ച് ആരാധിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ ശുശ്രൂഷയിലേക്ക് കടന്നു വന്നിരിക്കുന്ന ഓരോ സഹോദരിമാരെയും പരിശുദ്ധാത്മാവെ അഭിഷേകം ചെയ്യണമേ. അങ്ങയെ മാത്രം കണ്ടുകൊണ്ട്, അങ്ങയെ മാത്രം സ്വന്തമായി സ്വീകരിച്ചുകൊണ്ട് മുന്നോട്ട് പോകുവാൻ ഓരോ സഹോദരിയെയും അഭിഷേകം ചെയ്യണമേ. പരിശുദ്ധാത്മാവെ ഓരോ കുടുംബങ്ങളിലേക്കും വ്യാപരിക്കണമേ, കുടുംബ ബന്ധങ്ങളിലേക്കും വ്യാപരിക്കണമേ. എല്ലാം നവീകരിച്ച് അങ്ങയുടെ സ്വന്തമാക്കി മാറ്റണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. പരിശുദ്ധാത്മാവേ വരണമേ, പരിശുദ്ധാത്മാവേ വരണമേ. ഓരോ സഹോദരിയുടെ ജീവിതത്തിലേക്കും പരിശുദ്ധാത്മാവേ വരണമേ. ഞങ്ങളെ ശക്തിപ്പെടുത്തണമേ. ദൈവിക ജ്ഞാനത്തിൽ ഞങ്ങളുടെ ഭവനങ്ങളെ പണിതുയർത്തുവാൻ, കർത്താവിനായി പണിതുയർത്തുവാൻ ഞങ്ങളെ അഭിഷേകം ചെയ്യണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പരിശുദ്ധാത്മാവേ നന്ദി, പരിശുദ്ധാത്മാവേ നന്ദി, പരിശുദ്ധാത്മാവേ നന്ദി. ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ ആരാധന, യേശുവേ മഹത്വം. ഞങ്ങളുടെ പ്രിയപ്പെട്ട അമ്മേ, മാതാവേ, ഇന്നത്തെ ശുശ്രൂഷയിൽ പങ്കെടുക്കുവാനായിട്ട് സ്വർഗം ഒരുക്കി കൂട്ടിക്കൊണ്ടു വന്നിരിക്കുന്ന ഓരോ സഹോദരിമാർക്ക് വേണ്ടിയും അമ്മേ പ്രാർത്ഥിക്കണമേ. കഴിവോടെ, അന്തസ്സോടെ ഒരു ഉത്തമയായ സ്ത്രീ ആയിട്ട് ഞങ്ങൾക്ക് മുൻപിൽ സ്വർഗം വെളിപ്പെടുത്തി തന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ട അമ്മേ, ഞങ്ങൾക്ക് വേണ്ടി ഈ ഷോയുടെ ഇഷ്ടപ്രകാരം ജീവിക്കുവാനുള്ള കൃപകളും വരങ്ങളും ലഭിക്കുവാൻ അമ്മേ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. ഞങ്ങളുടെ പ്രിയപ്പെട്ട യൗസേ പിതാവേ, ഞങ്ങൾ ഓരോ സഹോദരിമാരും കർത്താവിൻ്റെ ഹിതപ്രകാരം തങ്ങളുടെ ഭവനങ്ങളെ പണിതുയർത്തുന്നവരാകുവാൻ യൗസേ പിതാവേ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. നമുക്ക് ചേർന്ന് പ്രാർത്ഥിക്കാം. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ
അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. ആമേൻ. എൻ്റെ പ്രിയ സഹോദരിമാരെ, നമ്മൾ കഴിഞ്ഞ ആഴ്ചയിൽ സുഭാഷിതങ്ങൾ 31 അധ്യായം 25 വാക്യം അതിൻ്റെ ആദ്യ ഭാഗമാണ് നമ്മൾ പഠിച്ചത്. ഇന്ന് നമ്മൾ അതിൻ്റെ തുടർച്ചയായി അതേ വാക്യത്തിൻ്റെ 2ാം ഭാഗമാണ് നമ്മൾ പഠിക്കുവാനായി പോകുന്നത്. നമുക്ക് ആ വാക്യം ഒന്ന് വായിക്കാം. സുഭാഷിതങ്ങൾ 31 അധ്യായം 25 വാക്യം. അവൾ കഴിവും അന്തസ്സും അണിയുന്നു. അവൾ കഴിവും അന്തസ്സും അണിയുന്നു. ഭാവിയെ നോക്കി പുഞ്ചിരിക്കുന്നു. ഭാവിയെ നോക്കി പുഞ്ചിരിക്കുന്നു. നമ്മൾ അതിൻ്റെ ആദ്യ ഭാഗം കഴിവും അന്തസ്സുമുള്ള ഒരു സ്ത്രീ ആരാണെന്ന് കർത്താവ് കാണുന്നത് എന്നത് നമ്മൾ കഴിഞ്ഞ ആഴ്ച പഠിച്ചു കഴിഞ്ഞു. ഇന്ന് നമ്മൾ ചിന്തിക്കുവാൻ പോകുന്നത് ഭാവിയെ നോക്കി പുഞ്ചിരിക്കുന്ന ഒരു സ്ത്രീയെ കുറിച്ചാണ്. പരിശുദ്ധ വചനത്തിൽ ഉത്തമയായ ഒരു സ്ത്രീക്കുള്ള ഒരു ദൈവീക സ്വഭാവമാണ് ഭാവിയെ നോക്കി അവൾ പുഞ്ചിരിക്കുന്നു. തൻ്റെ മുൻപിൽ കാണുന്ന ഈ ലോക ജീവിതത്തിലെ ഭാവിയെ നോക്കി അവൾക്ക് യാതൊരു ടെൻഷനും ഉണ്ടായിരിക്കുകയില്ല എന്നത് മാത്രമല്ല ഈ തിരുവചനത്തിൽ നിന്ന് പറയുന്നത്. തൻ്റെ നിത്യതയെ നോക്കി, തൻ്റെ നിത്യമഹത്വത്തിൽ കർത്താവിനോടൊപ്പമുള്ള ആ ഒരു ജീവിതത്തെ നോക്കി ഈ ലോക ജീവിതത്തിൽ ആയിരിക്കുമ്പോൾ തന്നെ അവൾ സന്തോഷിക്കുന്നു. അവൾ അതോർത്ത് പുഞ്ചിരിക്കുന്നു. ഒപ്പം ഈ ലോക ജീവിതത്തിൽ തൻ്റെ ശേഷിച്ച കാലത്തെ ഓർത്ത് യാതൊരു ടെൻഷനും അവൾക്കുണ്ടായിരിക്കുകയില്ല. ഭാവിയെ നോക്കി അവൾ പുഞ്ചിരിക്കുന്നു. കംപ്ലീറ്റ് ഡിപ്പെൻഡൻസ് ഓൺ ഗാഡ്. തൻ്റെ ഭാവിയിൽ എന്ത് തന്നെ സംഭവിച്ചാലും അത് തൻ്റെ കർത്താവ് അറിയാതെ തൻ്റെ ജീവിതത്തിൽ വരികയില്ല എന്ന് അവൾക്ക് 100% ഉറപ്പുണ്ട്. ആ ഒരു കാര്യങ്ങളെ, ആ ഒരു പ്രതിസന്ധി ആകട്ടെ, എന്തുമാകട്ടെ, അതിനെ തരണം ചെയ്യാനുള്ള ശക്തി തൻ്റെ കർത്താവ് നൽകിയിട്ടുണ്ട് എന്നതിലും അവൾക്ക് 100% ഉറപ്പുണ്ട്. അതുകൊണ്ട് അവൾ ടെൻഷൻ ഫ്രീ ആയിരിക്കും. ഭാവിയെ നോക്കി അവൾ പുഞ്ചിരിച്ചു കൊണ്ടേയിരിക്കും. എന്ത് തന്നെ വന്നാലും അവൾക്ക് നോ വറീസ്, ടെൻഷൻ ഇല്ലാത്ത, വറിയില്ലാത്ത ഒരു ജീവിതം. അതാണ് ഒരു ഉത്തമയായ സ്ത്രീയിൽ നിന്നും കർത്താവ് പ്രതീക്ഷിക്കുന്നത്. തന്നിൽ പരിപൂർണമായും ആശ്രയിക്കുന്ന ഒരു സ്ത്രീയായി നാം ഓരോരുത്തരും മാറണം എന്നതാണ് നമ്മെക്കുറിച്ചുള്ള നമ്മുടെ കർത്താവിൻ്റെ തിരുഹിതം. അതിലേക്കുള്ള യാത്രയിൽ പരിശുദ്ധാത്മ സഹായം നമുക്ക് കൂടിയേ കഴിയുകയുള്ളൂ. ഈ ഒരു ഉറപ്പ്, എൻ്റെ ജീവിതത്തിൽ എന്തു വന്നാലും അത് എൻ്റെ സൃഷ്ടാവായ സർവശക്തനായ എൻ്റെ കർത്താവ് അറിയാതെ, അനുവദിക്കാതെ എൻ്റെ ജീവിതത്തിൽ സംഭവിക്കുകയില്ല എന്നൊരു ഉറപ്പ് നമുക്കുണ്ടെങ്കിൽ എന്തിനേയും തരണം ചെയ്യാൻ നമുക്ക് സാധിക്കും. നമ്മൾ നേരത്തെ കണ്ടതാണ് 1 കൊറിന്തോസ് 10 അധ്യായം 13 വാക്യത്തിൽ, എന്ത് തന്നെ വന്നാലും നിന്റെ ശക്തിക്ക് അതീതമായതൊന്നും നിന്റെ ജീവിതത്തിൽ കർത്താവ് അനുവദിക്കുകയില്ല. ഈ ഒരു ഉറപ്പുള്ള ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം അവൾ ഭാവിയെ നോക്കി പുഞ്ചിരിക്കും. അവൾ ടെൻഷൻ അടിച്ചുകൊണ്ടിരിക്കുകയേയില്ല. ടെൻഷൻ അടിക്കുന്നത് കർത്താവിലുള്ള ആശ്രയത്വം ഇല്ലാത്തപ്പോഴാണ്, കർത്താവിൽ വിശ്വാസമില്ലാത്തപ്പോഴാണ്, കർത്താവിൻ്റെ വിശ്വസ്തതയെ ചോദ്യം ചെയ്യലാണത്. അതുകൊണ്ട് കർത്താവ് എന്താ നമ്മിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത്? ഭാവിയെ നോക്കി പുഞ്ചിരിച്ചുകൊണ്ട് സമാധാനത്തോടെ ഇന്നത്തെ നമ്മുടെ ജീവിതം നമ്മൾ ജീവിക്കുക. കർത്താവിനോട് ചേർന്ന് കർത്താവിൻ്റെ ഹിതം പൂർത്തീകരിച്ചുകൊണ്ട്. ഇതുമായി ബന്ധപ്പെട്ട് നമുക്ക് നമ്മുടെ അമ്മ മാതാവിനെ ഒന്ന് ശ്രദ്ധിക്കാം. ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ ഒരു ന്യൂസായിരുന്നു അമ്മയ്ക്ക് ഗബ്രിയേൽ ദൂതൻ വന്ന് പറഞ്ഞു കൊടുത്തത്. ആ ഗബ്രിയേൽ ദൂതൻ അറിയിച്ച് സ്വർഗത്തിൻ്റെ സന്ദേശം കേട്ട ഉടനെ അമ്മ മാതാവ് എന്താ റെസ്പോണ്ട് ചെയ്തേ? ലൂക്കാ സുവിശേഷകൻ അത് നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 1 അധ്യായം 38 വാക്യം നമുക്കൊന്ന് വായിക്കാം. മറിയം പറഞ്ഞു, ഇതാ കർത്താവിന്റെ ദാസി, നിന്റെ വാക്ക് എന്നിൽ നിറവേറട്ടെ. അമ്മ മാതാവ് വളരെ ഫ്രീ ആയി, വളരെ സന്തോഷത്തോടെ എലിസബത്തിനെ ശുശ്രൂഷിക്കുവാനായിട്ട് ഓടിപ്പോകുന്നതാണ് നമ്മൾ കാണുന്നത്. ഭാവിയെ നോക്കി യാതൊരു ടെൻഷനും അമ്മ മാതാവിന് ഉണ്ടായിരുന്നില്ല.
ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ടെൻഷൻ അടിക്കാൻ സാധ്യതയുള്ള, ഏറ്റവും ബോധേഡ് ആകാൻ ചാൻസ് ഉള്ള ഒരു സാഹചര്യത്തിന്റെ മുമ്പിൽ അമ്മ മാതാവ് നിൽക്കുന്നത്. പക്ഷെ അമ്മ മാതാവ് എന്താ നമുക്ക് കാണിച്ചു തന്നെ? വളരെ ഫ്രീ ആയി കർത്താവിൻ്റെ ഹിതത്തിന് മുൻപിൽ പരിപൂർണമായിട്ടും സമർപ്പിച്ചുകൊണ്ട് തന്നെ ഏൽപ്പിച്ച ഉത്തരവാദിത്വങ്ങൾ നിറവേറ്റിക്കൊണ്ട് അമ്മ തൻ്റെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോവുകയാണ്. നിത്യതയെ നോക്കിക്കൊണ്ട് അമ്മ സന്തോഷത്തോടെ ആ നിത്യതയിൽ കർത്താവിനോട് കൂടെയുള്ള ആ വാസത്തെ നോക്കി സന്തോഷത്തോടെ ഭാവിയെ നോക്കി പുഞ്ചിരിച്ചുകൊണ്ട് അമ്മ മുന്നോട്ട് പോവുകയാണ്. ഇതുമായി ബന്ധപ്പെട്ട് വിശുദ്ധ മത്തായിയുടെ സുവിശേഷത്തിൽ നമുക്കൊരു വാക്യം കാണുവാനായിട്ട് സാധിക്കും. വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 6-ാം അധ്യായം 34-ാം വാക്യം നമുക്ക് വളരെ ശ്രദ്ധാപൂർവം ആ തിരുവചനത്തിലേക്ക് കടന്നു വരാം. അതിനാൽ നാളെയെക്കുറിച്ച് നിങ്ങൾ ആകുലരാകരുത്. നാളെയെക്കുറിച്ച് നിങ്ങൾ ആകുലരാകരുത്. നാളത്തെ ദിനം തന്നെ അതിനെക്കുറിച്ച് ആകുലപ്പെട്ടുകൊള്ളും. ഓരോ ദിവസത്തിനും അതതിന്റെ ക്ലേശം മതി. നാളെയെക്കുറിച്ച് ചിന്തിച്ച് നാളെ എന്ത് സംഭവിക്കും, നാളെ എങ്ങനെ ജീവിക്കാൻ നമുക്ക് സാധിക്കും, ഇങ്ങനെ ഓരോന്ന് ചിന്തിച്ച് അത് സുവിശേഷകൻ കൃത്യമായിട്ട് പറയുന്നുണ്ട്. എന്തൊക്കെയാണ് നോർമലി ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം നാളെയെക്കുറിച്ച് വരുന്ന ബോധറേഷൻസ് എന്ന്. വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 6-ാം അധ്യായം 31-ാം വാക്യത്തിൽ കൃത്യമായിട്ട് സുവിശേഷകൻ പറയുന്ന ഒരു കാര്യമുണ്ട്. അതിനാൽ എന്തു ഭക്ഷിക്കും, എന്തു പാനം ചെയ്യും, എന്തു ധരിക്കും എന്ന് വിചാരിച്ച് നിങ്ങൾ ആകുലരാകേണ്ട. ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം നോർമലി വരാവുന്ന ടെൻഷൻസ് ഒക്കെ മത്തായി ശ്ലീഹ അവിടെ എൻലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതിനെക്കുറിച്ചൊന്നും നിങ്ങൾ ആകുലരാകേണ്ട. ഓരോ ദിവസവും അതതിൻ്റെ ക്ലേശം മതി. നാളെയെക്കുറിച്ച് ഓർത്ത് നിങ്ങൾ ചിന്തിച്ച് ബുദ്ധിമുട്ടി എന്താവും, എങ്ങനെയാവും, എങ്ങനെ മുന്നോട്ട് പോകും, മക്കളുടെ പഠനം എന്താകും, നാളത്തെ ആ സാമ്പത്തിക ബാധ്യതകൾ, കടങ്ങൾ തീർക്കാനുള്ള കാര്യങ്ങൾ, ഇതിനെക്കുറിച്ച് ഒന്നും ഓർത്ത് നിങ്ങൾ ആകുലരാകേണ്ട. തിരുവചനം പറയുകയാണ്, നാളെയെക്കുറിച്ച് നിങ്ങൾ ആകുലരാകരുത്. എപ്പോഴാണ് നമുക്ക് ആകുലത ഇല്ലാതെ ഇരിക്കാൻ സാധിക്കുന്നത്? നാളത്തെ ദിവസം നമ്മുടെ കർത്താവിൻ്റെ കൺട്രോളിലാണ് എന്നൊരു ഉറപ്പ് നിനക്കുണ്ടെങ്കിൽ നാളെയെക്കുറിച്ച് പിന്നെ ആകുലപ്പെടേണ്ട ആവശ്യമുണ്ടോ? നമ്മെ സൃഷ്ടിച്ച് നാം ആയിരിക്കുന്നിടത്ത് നമ്മെ നിർത്തിയിരിക്കുന്ന കർത്താവാണ് ഇതെല്ലാം നിയന്ത്രിക്കുന്നത്. നാളെ എന്ത് സംഭവിച്ചാലും കർത്താവ് അറിയാതെ അത് സംഭവിക്കുകയില്ല, കർത്താവ് അനുവദിക്കാതെ അത് സംഭവിക്കുകയില്ല. ഈ ഒരു ഉറപ്പ് നമുക്കുണ്ടെങ്കിൽ മാത്രമേ നാളെയെക്കുറിച്ച് ആകുലപ്പെടാതിരിക്കാനായിട്ട് നമുക്ക് സാധിക്കുകയുള്ളൂ. ഓരോ ദിവസത്തിനും അതതിൻ്റെ ക്ലേശം മതി. നാളെയെ വിട്ടുകളഞ്ഞേക്കുക. നാളെയെക്കുറിച്ച് ഓർത്ത് നിങ്ങൾ ആകുലപ്പെടേണ്ട. നമ്മൾ ആ സ്വർഗസ്ഥനായ പിതാവേ എന്ന പ്രാർത്ഥനയിലും നമ്മൾ പ്രാർത്ഥിക്കുന്നത് എന്താണ്? അന്നന്ന് വേണ്ടുന്ന ആഹാരം ആത്മീയമായി നമുക്ക് ഇന്ന് ജീവിച്ചു പോകേണ്ടതിനായിട്ടെല്ലാം അന്നന്ന് വേണ്ടുന്ന ആഹാരമേ നമ്മൾ പ്രാർത്ഥിക്കുന്നുള്ളൂ. കർത്താവ് അത്രയും നമ്മിൽ നിന്ന് പ്രതീക്ഷിക്കുന്നുള്ളൂ. ഇന്നത്തെ ആകുലതകൾ ഇന്നത്തേക്ക് മതി. അങ്ങനെ ജീവിക്കുമ്പോഴാണ് ഭാവിയെക്കുറിച്ച് ഓർത്ത് പുഞ്ചിരിക്കുന്ന ഒരു സ്ത്രീയായി മാറുവാനായിട്ട് നമ്മൾ ഓരോരുത്തർക്കും സാധിക്കുകയുള്ളൂ. ഇതുമായി ബന്ധപ്പെട്ട് സുഭാഷിതങ്ങൾ 3-ാം അധ്യായം 5-ഉം 6-ഉം വാക്യങ്ങൾ വളരെ പ്രസക്തമാണ്. നമുക്ക് ആ വചനഭാഗത്തിലേക്കൊന്ന് പോകാം. കർത്താവിൽ പൂർണ്ണ ഹൃദയത്തോടെ വിശ്വാസം അർപ്പിക്കുക. സ്വന്തം ബുദ്ധിയെ ആശ്രയിക്കുകയും അരുത്. നിന്റെ എല്ലാ പ്രവൃത്തികളും ദൈവവിചാരത്തോടെ ആകട്ടെ. അവിടുന്ന് നിനക്ക് വഴി തെളിച്ചു തരും. കർത്താവിൽ പൂർണ്ണമായിട്ടും ആശ്രയിച്ച് മുന്നോട്ട് പോയാൽ നമ്മുടെ ജീവിതത്തിലെ എല്ലാ സാഹചര്യങ്ങളിലും കർത്താവ് നമുക്ക് വഴി തെളിച്ചു തരും. നമ്മുടെ സ്വന്തം ബുദ്ധിയെ ആശ്രയിച്ചത് കൊണ്ട് യാതൊന്നും നമുക്ക് നേടാൻ സാധിക്കുകയില്ല. എല്ലാം ദൈവവിചാരത്തോടെ കർത്താവിൻ്റെ ഹിതാനുസരണം ചെയ്താൽ മാത്രമേ എല്ലാ കാര്യങ്ങളും മുന്നോട്ട് ഭംഗിയായി പോവുകയുള്ളൂ. സ്വന്തം ബുദ്ധിയിൽ എത്രമാത്രം കോർഡിനേഷൻ ലെവലിലുള്ളവരാണെങ്കിലും, എത്രമാത്രം അഡ്മിനിസ്ട്രേഷൻ പവേഴ്സ് ഉള്ളവരാണെങ്കിലും, എന്തോരം കപ്പാസിറ്റി ഉള്ളവരാണെങ്കിലും സ്വന്തം ബുദ്ധിയിൽ ആശ്രയിച്ച് മുന്നോട്ട് പോയാൽ
വലിയ അപകടമാണെന്നാണ് തിരുവചനം പറയുന്നത്. അവിടെയാണ് ടെൻഷനും വെറീസും ബോദറേഷൻസും ഒക്കെ കടന്നു വരുന്നത്. നമുക്ക് ടെൻഷൻ ഫ്രീ ആയി ജീവിക്കണമെങ്കിൽ സ്വന്തം ബുദ്ധിയെ അങ്ങോട്ട് മാറ്റി വെച്ചേക്കുക. കർത്താവിൽ പൂർണ്ണ ഹൃദയത്തിൽ വിശ്വാസം അർപ്പിക്കുക. അപ്പോൾ മാത്രമേ നമുക്ക് ഈ തിരുവചനം പറയുന്നത് നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ സാധിക്കുകയുള്ളൂ. ഈ ഒരു വചനവുമായി ബന്ധപ്പെട്ട് സംസാരിക്കുമ്പോൾ ഷെക്കേന ന്യൂസിനെ കർത്താവ് അനുദിനം നയിച്ചുകൊണ്ട് പോകുന്ന കാര്യങ്ങളെക്കുറിച്ച് ഒന്ന് പങ്കുവയ്ക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. മുന്നേ നമ്മൾ കഴിഞ്ഞ എപ്പിസോഡുകളിൽ സംസാരിച്ചിരുന്നു. ഷെക്കേന ന്യൂസിനെ കർത്താവ് ഏൽപ്പിച്ചു തരുമ്പോൾ നമുക്ക് അതുമായി ബന്ധപ്പെട്ട് യാതൊരു പരിചയമോ അനുഭവമോ ഒരു അറിവുമോ ഒന്നും ഇല്ലാതിരുന്ന ഒരു അവസ്ഥയായിരുന്നു. പ്രത്യേകിച്ച് ഇതിൻ്റെ സാമ്പത്തിക മേഖലകളെക്കുറിച്ച് ചേട്ടൻ പലപ്പോഴും ശുശ്രൂഷകളിൽ സംസാരിക്കാറുണ്ട്. ഭീമമായ തുകകളാണ് ഓരോ മാസവും നമുക്ക് ആവശ്യമായി വരുന്നത്. അപ്പോൾ ഇത് വളരെ സാധാരണക്കാരായ കുറേ പേരെ കർത്താവ് കൂട്ടിച്ചേർത്ത് ഇത്രയും വലിയ ഒരു കാര്യം ഏൽപ്പിച്ചപ്പോൾ സത്യത്തിൽ ഇതിൻ്റെ ആരംഭകാലത്ത് നമ്മൾ വളരെയേറെ നിസ്സാരം ആയിരങ്ങളുടെ കണക്കുകൾ പോലും നമുക്ക് പേടിയുണ്ടായിരുന്ന ആ സമയത്ത് ലക്ഷങ്ങളെക്കുറിച്ചൊക്കെയാണ് നമ്മൾ കേൾക്കുന്നത്. ഓഫീസിൽ ദിവസവും ബില്ലുകൾ ഇങ്ങനെ കൂമ്പാരമായിട്ട് കൂടിക്കൊണ്ടിരിക്കുന്ന ഒരവസ്ഥ. ഒന്നും പേ ചെയ്യുവാൻ നമ്മുടെ കയ്യിൽ പൈസയില്ല, നമുക്ക് സോഴ്സ് ഇല്ല. അങ്ങനെ ആ സമയത്ത് നമുക്ക് ഈ ശുശ്രൂഷ മുന്നോട്ട് കൊണ്ടുപോയേ പറ്റുള്ളൂ. ഈവൻ സ്റ്റാഫിന് സാലറി കൊടുക്കാൻ പോലും നമ്മുടെ കയ്യിൽ പൈസ ഇല്ലാതിരുന്നൊരു കാലം. അപ്പോൾ മാനുഷികമായിട്ട് ഞങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നതെല്ലാം ചെയ്തു. പൈസ അവിടെ നിന്ന് ഇവിടെ നിന്ന് റോൾ ചെയ്തു. നമ്മുടെ പറ്റാവുന്നവരുടെയൊക്കെ വീട് ബാങ്കിൽ വെച്ചു, ലോൺ പൈസകൾ ഇങ്ങനെ എടുത്തു, സാലറികൾ കൊടുത്തു. പക്ഷെ അതിനൊക്കെ ഒരു ലിമിറ്റ് ഉണ്ടല്ലോ. ലോൺ എടുത്ത എമൗണ്ട് കഴിഞ്ഞു, അതോടെ അതെല്ലാം ക്ലോസ്ഡ്, ഒക്കെ ബ്ലാങ്ക് ആയിട്ടിരിക്കുന്ന സമയം. മാനുഷികമായി നമ്മൾ ചെയ്യാൻ സാധിക്കുന്നതൊക്കെ, നമ്മളാൽ കഴിയുന്നതൊക്കെ നമ്മൾ ചെയ്തു. ഇനി ഒരു 5 പൈസ നമുക്ക് കളക്ട് ചെയ്ത് റോൾ ചെയ്യാനായിട്ടില്ല. കടം അങ്ങനെ അത്യാവശ്യം നന്നായിട്ട് കയറിപ്പോയി. അങ്ങനെ ഇരിക്കുന്ന ഒരു സമയം. അപ്പോഴാണ് നമുക്ക് ശരിക്കും കർത്താവിൽ ആശ്രയിക്കേണ്ടതിൻ്റെ ആ ഒരു പ്രാക്ടിക്കൽ ആപ്ലിക്കേഷനിലേക്ക് കർത്താവ് ഞങ്ങളെ കൊണ്ടുപോയത്. അന്ന് കർത്താവ് പഠിപ്പിച്ചൊരു കാര്യമുണ്ട്. അന്നന്ന് വേണ്ടുന്ന ആഹാരം കർത്താവ് നൽകിയിരിക്കും. ഇന്നും ഷെക്കേന ന്യൂസിൽ ഒത്തിരിയേറെ ആവശ്യങ്ങൾ നമ്മൾ നേരിടുന്നുണ്ട്. ഒത്തിരിയേറെ ടെൻഷൻ അടിക്കാനാണെങ്കിൽ ഓരോ ദിവസവും ഇഷ്ടംപോലെ കാര്യങ്ങളുണ്ട്. ഒത്തിരിയേറെ സാമ്പത്തിക ബുദ്ധിമുട്ടുകളുണ്ട്, മറ്റ് പല രീതിയിലുള്ള ബുദ്ധിമുട്ടുകളുണ്ട്. പക്ഷേ കർത്താവ് ആ ഒരു കാര്യം ഞങ്ങളെ കൃത്യമായിട്ട് പഠിപ്പിച്ചു. കർത്താവിൽ ആശ്രയിക്കുക പൂർണ്ണ ഹൃദയത്തോടെ. മാനുഷികമായതെല്ലാം, ആ ബുദ്ധിയും ആ ഒരു കോർഡിനേഷനും ആ ഒരു എല്ലാ അങ്ങനത്തെ എല്ലാം മാറ്റിവെച്ച് കർത്താവിന് പൂർണ്ണമായും വിട്ടുകൊടുത്താൽ അന്നന്ന് വേണ്ടുന്ന ആഹാരത്തിന് കർത്താവ് വകയുണ്ടാക്കി തന്നിരിക്കും. ആവശ്യങ്ങൾ ഒത്തിരി ആകുമ്പോൾ ഓടിച്ചെന്ന് കർത്താവിനോട് എണ്ണിപ്പറക്കി പറയുക, അന്നത്തെ ആവശ്യം കർത്താവ് നടത്തിയിരിക്കും. ആ ഒരു വലിയ ദൈവിക ആ പ്രൊവിഡൻസിൻ്റെ ആ ഒരു പാഠം കർത്താവ് ഞങ്ങളെ പഠിപ്പിച്ചു. മാനുഷികമായ എല്ലാ ബുദ്ധികളും മാറ്റിവെച്ച് കർത്താവിൻ്റെ സർവാധിപത്യത്തിന് കീഴ്പ്പെടുക. അപ്പോൾ കർത്താവ് അവിടെ സോവറനായിട്ട് അവിടെ ഭരണം ഏറ്റെടുക്കും. ഇന്ന് ഷെക്കേന ന്യൂസിൽ ആവശ്യങ്ങൾ അന്നത്തെ പോലെ ഇന്നുമുണ്ട്. എല്ലാ ആവശ്യങ്ങളും സാമ്പത്തികമായും പല രീതിയിലും ആവശ്യങ്ങൾ കൂടി വരുന്നു. പക്ഷേ കർത്താവിൽ ആശ്രയിക്കുവാൻ കർത്താവ് ഷെക്കേന ന്യൂസിനെ പഠിപ്പിച്ചു. ഇവിടെയുള്ള ഓരോ ഉത്തരവാദിത്വ മേഖലയിലുള്ള ഓരോരുത്തരും കർത്താവിൽ ആശ്രയിക്കുവാനായിട്ട് കർത്താവ് തന്നെ പഠിപ്പിച്ചു. കർത്താവ് ആ വഴികളിൽ കൂടി നടത്തിക്കൊണ്ടുവന്നു. അതാണ് മത്തായി സുവിശേഷകൻ 6-ാം അധ്യായം 34-ാം വാക്യത്തിൽ നമ്മൾ കണ്ടത്. ആ വചനം ഒരിക്കൽ കൂടി നമുക്ക് വായിക്കാം. അതിനാൽ നാളെയെക്കുറിച്ച് നിങ്ങൾ ആകുലരാകരുത്. നാളെയെക്കുറിച്ച് നിങ്ങൾ ആകുലരാകരുത്. നാളത്തെ ദിനം തന്നെ അതിനെക്കുറിച്ച് ആകുലപ്പെട്ടുകൊള്ളും. നാളത്തെ ദിനം തന്നെ അതിനെക്കുറിച്ച് ആകുലപ്പെട്ടുകൊള്ളും. ഓരോ ദിവസത്തിനും അതതിന്റെ ക്ലേശം മതി. ഈ ഒരു വചനത്തിന്റെ ഒരു ആപ്ലിക്കേഷൻ ലെവല് നമുക്ക് പുറപ്പാട് പുസ്തകത്തിൽ കാണുവാനായിട്ട് സാധിക്കും. പുറപ്പാട് പുസ്തകത്തിലേക്ക് നമുക്കൊന്ന് പോകാം. അവിടെ 16-ാം അധ്യായത്തില് സ്വർഗത്തിൽ നിന്നും മന്ന പൊഴിച്ച് ഇസ്രായേൽ ജനത്തിന്റെ ആവശ്യങ്ങളെ കർത്താവ് നികത്തുന്നതായി നമ്മൾ കാണുന്നുണ്ട്. അവരെ പരിപാലിക്കുവാനായി ആ മരുഭൂമിയിൽ അവർക്ക് എല്ലാ ദിവസവും കർത്താവ് മന്ന നൽകിയിരുന്നു. അതുമായി ബന്ധപ്പെട്ട്
16 അധ്യായം 19 വാക്യം നമുക്കൊന്ന് വായിക്കാം. മോശ അവരോട് പറഞ്ഞു, മോശ അവരോട് പറഞ്ഞു, ആരും അതിൽ നിന്ന് അല്പം പോലും പ്രഭാതത്തിലേക്ക് നീക്കി വെക്കരുത്. എന്നാൽ അവർ മോശയെ അനുസരിച്ചില്ല. മോശ എന്താണ് അവരോട് പറഞ്ഞത്? അതത് ദിവസം അന്നത്തേക്ക് ആവശ്യമായത് നിങ്ങൾ ശേഖരിച്ചു കൊള്ളുക, ഓരോ ഭവനത്തിനും അന്നത്തേക്ക് ആവശ്യമായത്. എന്നാൽ സ്വാഭാവികമായിട്ടും മാനുഷികമായ ബുദ്ധിയിൽ ആശ്രയിച്ചാൽ നമ്മൾ, പ്രത്യേകിച്ച് അമ്മമാർക്ക് അത് മനസ്സിലാകും. നാളെ എന്താണ് നമ്മൾ ഭക്ഷണം ഒരുക്കേണ്ടത് എന്ന് തലേ ദിവസം തന്നെ നമ്മൾ ആലോചിച്ച് പിടിക്കും. അത് കണ്ടുപിടിച്ച് അതിൻ്റെ വേണ്ടുന്നതായ എല്ലാ ക്രമീകരണങ്ങളും തീരുമാനിച്ചുറപ്പിച്ചിട്ടാണ് നമ്മൾ തലേ ദിവസം കിടക്കാനായി പോവുക. അതുപോലെ അന്നത്തെ ആ വീട്ടിലുള്ളവര്, ഉത്തരവാദിത്തപ്പെട്ടവര് പിറ്റേ ദിവസത്തേക്ക് കുറച്ചൊക്കെ കളക്ട് ചെയ്ത് വെച്ചു. പക്ഷെ കർത്താവിൻ്റെ ആഹ്വാനം എന്തായിരുന്നു? ഓരോ ദിവസവും അന്നത്തേക്കുള്ളത് മാത്രമേ ശേഖരിക്കാവുള്ളൂ. കർത്താവിൻ്റെ ആ ആഹ്വാനത്തിനെ തകിടം മറിച്ചുകൊണ്ട് അതിന് മേലായിട്ട് പ്രവർത്തിച്ചപ്പോൾ അവിടെ എന്താ സംഭവിച്ചത്? തുടർന്ന് വചനം പറയുകയാണ്, ചിലർ അതിൽ നിന്നും ഒരു ഭാഗം പ്രഭാതത്തിലേക്ക് നീക്കി വെച്ചു. രാവിലെ എഴുന്നേറ്റ് വരുന്നതേ വിശന്നാലൊക്കെ കഴിക്കണമല്ലോ. അപ്പൊ ചിലരത് പ്രഭാതത്തിലേക്ക് വളരെ വീണ്ടും വിചാരത്തോടെ നീക്കി വെച്ചു. എന്താ സംഭവിച്ചത്? അത് പുഴുത്തു മോശമായി പോയി. രാവിലത്തേക്ക് മാറ്റിവെച്ച ആ ഒരു പാത്രത്തിൽ എന്താണ് രാവിലെ വന്ന് നോക്കുമ്പോൾ കണ്ടത്? കുറെ പുഴുക്കളുടെ ഒരു കൂമ്പാരമായിട്ട് അതവിടെ ഇരിക്കുന്നുണ്ടായിരുന്നു. തുടർന്ന് വചനം പറയുകയാണ്, മോശ അവരോട് കോപിച്ചു. കർത്താവിന്റെ കൽപ്പന അനുസരിക്കാത്തതിനാൽ മോശ അവരോട് കോപിച്ചു. മോശയുടെ കോപം കർത്താവിന്റെ ഒരു വിഷമത്തിൽ നിന്ന് വന്ന ഒരു കോപമായിരുന്നു. അപ്പോൾ കർത്താവ് പറയുന്നത് അന്നത്തേക്ക് വേണ്ടതിൽ നിന്ന് വിട്ട് നമ്മൾ ആകുലപ്പെടുന്നതും നമ്മൾ വ്യസനിച്ച് അതിനെക്കുറിച്ച് ഓർത്ത് ടെൻഷൻ അടിച്ച് എല്ലാം ചെയ്യുന്നത് കർത്താവിൻ്റെ ആ ഒരു പ്രൊവിഡൻസിനെ ചോദ്യം ചെയ്യുന്ന ഒരു അവസ്ഥയാണ് അവിടെ കാണുന്നത്. നമ്മൾ കർത്താവിൽ ആശ്രയിക്കുന്നുണ്ടെങ്കിൽ നാളെയെക്കുറിച്ച് ഓർത്ത് നമുക്ക് ടെൻഷൻ അടിക്കേണ്ട കാര്യമേ ഇല്ല. ഈ വചനം, അവൾ ഭാവിയെ നോക്കി പുഞ്ചിരിക്കുന്നു, ആ വചനമായിരുന്നല്ലോ നമ്മൾ ധ്യാനിച്ചു കൊണ്ടിരുന്നത്. ഓരോ സ്ത്രീയിലും ഈ ഒരു വലിയ ദൈവിക സ്വഭാവം ഉണ്ടാകണമെന്ന് കർത്താവ് ആഗ്രഹിക്കുകയാണ്. ആദ്യമേ പറഞ്ഞതുപോലെ തൻ്റെ ഈ ലോക ജീവിതത്തിൽ മാത്രമല്ല, ഭാവി എന്ന് പറയുമ്പോൾ ഓരോ സ്ത്രീക്കും തൻ്റെ നിത്യതയെക്കുറിച്ചുള്ള വലിയ പ്രത്യാശ ഉണ്ടാകണം. ആ കർത്താവിലുള്ള ആ ഒരു ഉറച്ച പ്രത്യാശ ഉള്ളപ്പോഴാണ് ഭാവിയെക്കുറിച്ച്, നിത്യതയെക്കുറിച്ച് ഓർത്ത് സന്തോഷിച്ച് ഈ ലോക ജീവിതത്തിൽ വരുന്ന ഏത് പ്രതിസന്ധിയെയും തരണം ചെയ്യുവാൻ അവൾ ശക്തിയായി തീരുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് റോമാക്കാർക്ക് എഴുതിയ ലേഖനത്തിൽ പൗലോസ്ലീഹ ഒരു കാര്യം പറയുന്നുണ്ട്. റോമാക്കാർക്ക് എഴുതിയ ലേഖനം 8 അധ്യായം 18 വാക്യത്തിൽ നമ്മൾ അത് കാണുന്നത്. നമുക്ക് വെളിപ്പെടാനിരിക്കുന്ന മഹത്വത്തോട് തുലനം ചെയ്യുമ്പോൾ ഇന്നത്തെ കഷ്ടതകൾ നിസ്സാരമാണെന്ന് ഞാൻ കരുതുന്നു. നമുക്ക് വെളിപ്പെടാനിരിക്കുന്ന മഹത്വം, നമ്മുടെ ഭാവി, നമ്മുടെ നിത്യത, അതിൽ കർത്താവിനോട് കൂടെയുള്ള ആ വാസത്തോട് തുലനം ചെയ്യുമ്പോൾ ഈ ഭൂമിയിൽ എന്ത് തന്നെ പ്രതിസന്ധി വന്നാലും അതെന്താണെന്നാ പൗലോസ്ലീഹ പറയുന്നേ? അത് നിസ്സാരമാണെന്ന് ഞാൻ പറയുന്നു. പൗലോസ്ലീഹ പറയുകയാണ്, ഈ ഭൂമിയിൽ ഇത്രയേറെ കഷ്ടതകൾ സഹിച്ച മറ്റൊരു മനുഷ്യനെ കണ്ടുപിടിക്കാൻ ഇത്തിരി പ്രയാസമാണ്. അതുപോലെ കഷ്ടതകൾ സഹിച്ച ഒരു വ്യക്തിയാണിത് പറയുന്നത്. നമുക്ക് വെളിപ്പെടാനിരിക്കുന്ന മഹത്വത്തോട് തുലനം ചെയ്യുമ്പോൾ പൗലോസ്ലീഹ ഓരോ പ്രതിസന്ധിയുടെ മുമ്പിൽ നിൽക്കുമ്പോഴും എന്താണ് കണ്ടത്? വെളിപ്പെടാനിരിക്കുന്ന, തനിക്ക് ഭാവിയിൽ വെളിപ്പെടാനിരിക്കുന്ന ആ മഹത്വത്തെ ഓർത്ത് പുഞ്ചിരിച്ചുകൊണ്ടാണ് തൻ്റെ മുൻപിലുള്ള പ്രതിസന്ധിയെ പൗലോസ്ലീഹ നേരിട്ടത്. അപ്പോൾ അതെല്ലാം, ഈ ജീവിതത്തിൽ നേരിടേണ്ടി വന്നതെല്ലാം നിസ്സാരമായി പൗലോസ്ലീഹ കാണുകയാണ്. ഇത് തന്നെയാണ് ആദിമസഭയിലെ ഓരോ ക്രൈസ്തവരും നമ്മളോട് വിളിച്ചു പറയുന്നത്. വെളിപ്പെടാനിരിക്കുന്ന മഹത്വത്തോട് തുലനം ചെയ്തപ്പോൾ ആദിമസഭയിലെ വിശ്വാസം ഏറ്റുപറഞ്ഞ ഓരോ സഹോദരും, ഓരോ ക്രൈസ്തവനും ആ നിത്യതയെ കണ്ടുകൊണ്ടാണ് ഞാനൊരു ക്രിസ്ത്യാനിയാണ് എന്ന് വിളിച്ചു പറഞ്ഞ് മരണത്തെ പുൽകുവാൻ അവർ തയ്യാറായത്. അതിനവരെ ശക്തിപ്പെടുത്തിയത് ഈ ഒരു പ്രത്യാശയാണ്, വെളിപ്പെടാനിരിക്കുന്ന ആ മഹത്വം.
നമ്മുടെ ഈ ശുശ്രൂഷയുടെ പേരിന്റെ കാരണക്കാരിയായ പ്രിഷില്ല എല്ലാം ഉപേക്ഷിച്ച് അവൾ കർത്താവിന് വേണ്ടി ഓടി. തൻ്റെ വീടും എല്ലാം തൻ്റെ ജോലിയും ഒക്കെ അവൾക്ക് രണ്ടാമത്തെ സ്ഥാനത്തേ ഉണ്ടായിരുന്നുള്ളൂ. എന്താണ് അവൾ ശക്തിപ്പെടുത്തിയത്? വെളിപ്പെടാനിരിക്കുന്ന ആ മഹത്വം, ആ ഭാവിയെ നോക്കി പുഞ്ചിരിച്ചുകൊണ്ടാണ് പ്രിഷില്ല ഓടിയത്. അതുപോലെ ലിദിയ പട്ടുവിൽപ്പനക്കാരിയായിരുന്നു. സൊസൈറ്റിയിൽ ഹൈലി ഇൻഫ്ലുവൻഷ്യൽ ആയിട്ടുള്ള ഒരു ലേഡിയായിരുന്നു. പക്ഷേ തനിക്ക് വെളിപ്പെടാനിരിക്കുന്ന മഹത്വത്തിന് മുന്നിൽ അവൾ അതെല്ലാം ഉച്ഛിഷ്ടമായി കാണുകയാണ്. കർത്താവിന് വേണ്ടി ക്രിസ്ത്യാനിയാണ് ഞാനെന്ന് ഏറ്റു പറഞ്ഞ് സധൈര്യം അവൾ മുന്നോട്ട് പോവുകയാണ്. ഇന്നത്തെ ഈ ശുശ്രൂഷയിലൂടെ കർത്താവ് നാം ഓരോ സ്ത്രീകളോടും പറയുന്നതും ഇത് തന്നെയാണ്. ഭാവിയെ നോക്കി പുഞ്ചിരിച്ചുകൊണ്ട്, ഈ ലോക ജീവിതത്തിലെ ഭാവി മാത്രമല്ല, വെളിപ്പെടാനിരിക്കുന്ന ആ മഹത്വത്തെ കണ്ടുകൊണ്ട് നമ്മുടെ ഈ ലോകത്തിലെ എന്ത് പ്രതിസന്ധികളും, നമ്മുടെ ഉത്തരവാദിത്വങ്ങളിൽ വരുന്ന എല്ലാ വെല്ലുവിളികളും സധൈര്യം നേരിട്ട് മുന്നോട്ട് പോകുവാനായി നമുക്ക് സാധിക്കണം. ഇന്നത്തെ ഈ ശുശ്രൂഷയിൽ കർത്താവ് നമ്മളോട് പറഞ്ഞ ഈ കാര്യങ്ങളുടെ ആസ്പദമാക്കി നമുക്ക് പ്രാർത്ഥിക്കുവാനായിട്ട് ഒരുങ്ങാം. ഈ ഒരു നിത്യ മഹത്വത്തെ ദർശിച്ചുകൊണ്ട് ജീവിക്കാനുള്ള ഒരു കൃപ അത് ലഭിക്കുവാനായി നമുക്ക് പ്രാർത്ഥിക്കാം. ആദ്യം തുടക്കത്തിൽ നമ്മൾ പ്രാർത്ഥിച്ചില്ലേ, ഈ ഭൂമിയിലും അങ്ങേ അല്ലാതെ ആരെയും ഞാൻ ആഗ്രഹിക്കുന്നില്ല. ആ ഒരു ഉയർച്ചയിലേക്ക്, ആ ഒരു അവസ്ഥയിലേക്ക് നമ്മൾ കടന്നു വരുവാനുള്ള അഭിഷേകം നമുക്ക് ലഭിക്കുവാനായി പരിശുദ്ധാത്മാവിനെ വിളിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മളെ ആയിരിക്കുന്നിടത്ത് ഇരുന്നു കൊണ്ട് പരിശുദ്ധാത്മാവിനെ വിളിച്ച് ഏക മനസ്സോടെ നമുക്കൊന്ന് സ്തുതിച്ച് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പരിശുദ്ധാത്മാവേ വ്യാപരിക്കണമേ, പരിശുദ്ധാത്മാവേ ഏറ്റെടുക്കണമേ. നിത്യതയെ ദർശിച്ചുകൊണ്ട്, നിത്യമഹത്വത്തെ ദർശിച്ചുകൊണ്ട് ഈ ലോക ജീവിതത്തിലെ എല്ലാ പ്രതിസന്ധികളും നിസ്സാരമായി കാണുവാനുള്ളൊരു കൃപ ഓരോ സഹോദരിയുടെ മേലും പകരണമേ. ഭാവിയെ നോക്കി പുഞ്ചിരിച്ചുകൊണ്ട് സന്തോഷത്തോടെ കർത്താവിനോട് കൂടെ ജീവിക്കുവാനുള്ള കൃപ ഓരോ സഹോദരിയുടെ മേലും പകരണമേ പരിശുദ്ധാത്മാവേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പരിശുദ്ധാത്മാവേ വ്യാപരിക്കണമേ, ഓരോ സഹോദരിയുടെ മേലും വ്യാപരിക്കണമേ. അങ്ങയുടെ ഹിതപ്രകാരം ജീവിക്കുവാനുള്ള കൃപ ഓരോ സഹോദരിയിലും പകരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധാത്മാവേ വ്യാപരിക്കണമേ. നിത്യതയുടെ ആ ഒരു പ്രത്യാശ നൽകി ഓരോ സഹോദരിയും അഭിഷേകം ചെയ്യണമേ. ഓരോ കുടുംബങ്ങളെയും അഭിഷേകം ചെയ്യണമേ. കർത്താവിന് വേണ്ടി ഈ ലോകത്തിലെ ഏത് പ്രതിസന്ധിയെയും സന്തോഷത്തോടെ തരണം ചെയ്യുവാൻ ഭാവിയെ നോക്കി പുഞ്ചിരിക്കുവാൻ അവരെ ശക്തിപ്പെടുത്തണമേ. പരിശുദ്ധാത്മാവേ ശക്തിപ്പെടുത്തണമേ. മഴയായി തീയായി റൂഹാ പെയ്യട്ടെ, കാറ്റായി 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 മഴയായി തീയായി റൂഹാ പെയ്യട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പരിശുദ്ധാത്മാവേ നന്ദി, പരിശുദ്ധാത്മാവേ നന്ദി, ഈശോയേ നന്ദി, ഈശോയേ. ഹല്ലേലൂയ, ആമേൻ. എൻ്റെ പ്രിയ സഹോദരിമാരെ, നമ്മൾ ഇന്നത്തെ നമ്മുടെ ശുശ്രൂഷയുടെ അവസാനത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. തീർച്ചയായിട്ടും നിങ്ങൾ ഒത്തിരിയേറെ പ്രോത്സാഹനങ്ങൾ നൽകുന്നുണ്ട്. ഒത്തിരി നന്ദി പറയുകയാണ്. നിങ്ങൾ നൽകുന്ന ആ പ്രോത്സാഹനത്തിനും ആ കറക്ഷൻസിനും ഒക്കെ കർത്താവിൻ്റെ നാമത്തിൽ എല്ലാവർക്കും നന്ദി പറയുകയാണ്. തുടർന്നും നമുക്ക് ഒരുമിച്ച് കൂട്ടായ്മയോടെ ഇനിയും ഈ ശുശ്രൂഷയെ കുറിച്ച് അറിയാത്തവർക്ക് നിങ്ങൾ പറഞ്ഞു കൊടുക്കുക. നമ്മൾ സ്ത്രീകൾ ഒരു കൂട്ടായ്മയായിട്ട് പല സ്ഥലങ്ങളിലായിക്കോട്ടെ, കർത്താവിൻ്റെ മുൻപിൽ നമ്മളൊരു കൂട്ടായ്മയായിട്ടാണ് നിൽക്കുന്നത്. നമുക്ക് ഒരുമിച്ച് കർത്താവിൻ്റെ രാജ്യത്തിൻ്റെ വിസ്തൃതിക്കായിട്ട് നമുക്ക് ഒരുമിച്ച് മുന്നോട്ട് പോകാം. ഒപ്പം നിങ്ങളുടെ പ്രാർത്ഥനകളിൽ ഞങ്ങളെയും ഓർക്കുക. ഈ ശുശ്രൂഷയുടെയും ഒപ്പം ടീം ഷെക്കേനയിലുള്ള എല്ലാവർക്കും വേണ്ടിയും നിങ്ങളുടെ പ്രാർത്ഥനകൾ അപേക്ഷിക്കുകയാണ്. എല്ലാ രീതിയിലും കർത്താവിനോട് ചേർന്ന് പോകുവാനായി നിങ്ങൾ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. കർത്താവ് നിങ്ങളെല്ലാം സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. നിങ്ങളുടെ അഭിപ്രായങ്ങളും പ്രാർത്ഥനാ നിയോഗങ്ങളും ഞങ്ങളെ അറിയിക്കുക. ഞങ്ങളുടെ നമ്പർ 9495219811. ഞങ്ങളുടെ ഇമെയിൽ priscilla@gmail.com. ഞങ്ങളുടെ അഡ്രസ് പ്രിഷില്ല ഷെക്കിന ന്യൂസ്, താളിക്കോട്, പട്ടിക്കാട് PO, തൃശൂർ, കേരള 680652.
empowering women in Christ.